സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് ഇന്ന് നമ്മള് പുണർദം നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ട് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളെ കുറിച്ചും ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പുണർദം നക്ഷത്രക്കാർ അറിയുന്ന ചില സുപ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പാമരം പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് പുണർദം. അതിഥിയാണ് ദേവത. ഇതിന്റെ ചിഹ്നം അമ്പുറയാണ്. സന്തോഷ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഇവർ വിനയമുള്ളവരും സത്യാന്വേഷികളുമാണ്. ഇവർ പരോപകാരം ചെയ്യുന്നതിലും സേവനം അനുഷ്ഠിക്കുന്നതിലും സദാ നിരതരായിരിക്കും. 2024 പുതുവർഷം ഈ പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമാണ് നൽകുന്നത്. കർമ്മത്തിൽ അഭിവൃദ്ധി, പുതിയ പദ്ധതികൾ തുടങ്ങാനും വിജയിക്കാനും യോഗമുണ്ട്. സ്ത്രീകൾക്ക് ജോലിയിൽ പ്രമോഷൻ, സാമ്പത്തിക ഗുണം, കുടുംബസൗഖ്യം ഇവയുണ്ടാവുന്നതാണ്. നവഗ്രഹ പൂജ നടത്തുക, നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പുണർദ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജനുവരി മാസം ലോട്ടറികളിൽ മറ്റും ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ തുടങ്ങുകയോ ഏജൻസി ഏറ്റെടുക്കുകയോ ചെയ്യും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ആദായം ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകും. ഫാക്ടറികളിൽ തൊഴിൽ തർക്കങ്ങൾ രൂക്ഷമാകും. കൃഷിയിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. പുതിയ വ്യക്തികളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും അത് മുഖേന നേട്ടമുണ്ടാകുകയും ചെയ്യും. നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. പല കാര്യങ്ങളിലും പതിവില്ലാത്ത വിധം അലസത കാണിക്കും. കുടുംബ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് വിനോദയാത്രകൾ പോകും. അവനവന്റെ പ്രവർത്തന രംഗത്ത് പ്രശസ്തി ആർജിക്കുകയും വാഹനം കൊടുത്ത് മാറ്റി വാങ്ങുകയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയുകയും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. ഉദ്യോഗത്തില് പ്രൊമോഷൻ ലഭിക്കും. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെടും. അതുപോലെ തന്നെ നാഡീ സംബന്ധമായി രോഗമുള്ളവർ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ള പദവികൾ ലഭിക്കും. പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ആദായം കൂടും. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. ആഭരണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം അനുകൂലമാണ്. കുടുംബത്തില് ബന്ധു സമാഗമം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയൽക്കാരുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. രോഗത്തിനോ കടം വീടുന്നതിനൊക്കെ വേണ്ടി പണം ചെലവഴിക്കും. വരവ് ചെലവൊക്കെ തുല്യമായിരിക്കും. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. സാധിക്കാത്ത പല കാര്യങ്ങളും ഒക്കെ സാധിച്ചെടുക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന വഴി വരുമാനം കൂടും. വ്യാപാര രംഗം സജീവമായിരിക്കും. ദൂരസ്ഥലത്തുള്ള ബന്ധുക്കളൊക്കെ കാണാൻ അവസരം വരും. ചില ചെറിയ യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരാം. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. പുതിയ വ്യാപാര ശ്രമത്തിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം കൈവശം വന്നു ചേരുന്നതിന് പല തടസ്സങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. പൂർവ്വ സ്വത്ത് കൈവശം വന്നു ചേരും. കുടുംബക്കാരുമായി വളരെ രമ്യതയിലൊക്കെ വർദ്ധിക്കും. കൂട്ടുകാരുമായി പുതിയ വ്യാപാരമൊക്കെ തുടങ്ങാൻ ലക്ഷ്യമിടും. ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. ശത്രുശല്യം കൂടും. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉദിച്ചു വരുന്നതായിട്ട് കാണാം. ആരോഗ്യത്തിലെ മെച്ചപ്പെടും. സഹോദരിമാരുടെ വിവാഹം നടക്കും. ചില സമ്മാനങ്ങൾ ലഭിക്കും. കിട്ടുമെന്ന് കരുതിയ പണം കയ്യിൽ വന്നു ചേരാൻ കാലതാമസമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിവാസത്തിനൊക്കെ യോഗമുണ്ട്. ഇനി സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. മനസ്സിന് ഉന്മേഷം പകരുന്ന വാർത്തകളൊക്കെ കേൾക്കാനിട വരും. സന്താനങ്ങൾ പിറക്കും. പത്രപ്രവർത്തകർക്ക് സാമൂഹ്യ മധ്യത്തിലൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കും. മൂത്രാശയ സംബന്ധമായ രോഗമുള്ളവർക്ക് രോഗശാന്തി ലഭിക്കും. വാഹനം, ഭൂമി, വാടക ഇവയിലുള്ള വരുമാനം ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പ്രേമബന്ധത്തിൽ കുടുംബത്തിന്റെ വിലക്ക് വന്നു ചേരും. കുടുംബത്തില് പൂജാ ഹോമാദികളൊക്കെ നടത്താനിടയുണ്ട്. ഭാര്യ മുഖേന സാമ്പത്തിക നില ഉയരുന്നത് കാണാൻ സാധിക്കും. പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങളൊക്കെ ലഭിക്കാതെ വരും. സഹോദരങ്ങൾക്ക് ചില്ലറ വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി നവംബർ മാസത്തെ ഫലം നോക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികളെല്ലാം തന്നെ ലക്ഷ്യം കണ്ടെത്തും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. ജോലിയിൽ സ്ഥിര നിയമനം ലഭിക്കും. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ജോലികൾ വൃത്തിയായി നിർവഹിക്കും. ഭാര്യയ്ക്ക് ചില്ലറ അസുഖങ്ങളൊക്കെ വന്നുവിട്ടേക്കാം. ജോലി സ്ഥലത്ത് എല്ലാവരുടെയും അംഗീകാരത്തിന് പാത്രീഭവിക്കും. ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. അവനവന്റെ കഴിവിൽ കവിഞ്ഞ് പരോപകാരം ചെയ്യും. സംഗീതോപാധികളിലൊക്കെ ശോഭിക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും.
കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കും, വ്യവഹാരാദികൾ വിജയം കൈവരിക്കും, ഭാര്യയുടെ സ്വത്ത് അനുഭവയോഗ്യമാകും. അപ്പോൾ പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 പുതുവർഷ ഫലം വളരെയധികം ഗുണം നൽകുന്ന ഒരു വർഷമാണ്. അപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ കണ്ടത്. അതുപോലെ തന്നെ പൊതുഫലങ്ങളും എല്ലാം നമ്മൾ കണ്ടു. പുണർദ നക്ഷത്രക്കാർക്ക് വളരെയധികം പുരോഗതി നൽകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.